ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കണമെന്ന് തോന്നും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത് ആ ഡ്രിങ്ക്സിൻ്റെ കൂടെ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഡിഷാണ് ചിക്കൻ വിങ് റോസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് മുൻസി. വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതിനായി ഫ്രണ്ട്സ്, ഞാനൊരു 3 ഒനിയൻ സ്ലൈസ് ചെയ്ത് ഫ്രൈ ചെയ്ത് ഒരു ട്രേയിലേക്ക് ആക്കുന്നുണ്ട്. അതിനുശേഷം അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. 2 ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അല്പം സോൾട്ട് നമുക്ക് ചേർക്കാം. അല്പം മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്പം ഗരം മസാല നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ. അതിനുശേഷം അല്പം ഓയിൽ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അല്പം കൊറിയാണ്ടർ ലീവ്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അല്പം യോഗട്ട്, ഒരു അര കപ്പ് യോഗട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ വിങ്സ് നമുക്കതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ഓവനിലേക്ക് ഒരു 170 ഡിഗ്രി ടെമ്പറേച്ചർ 10 മിനിറ്റ് ആദ്യം ഇടാം. അതിനുശേഷം നമ്മൾ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം സോൾട്ട് കുറവാണെങ്കിൽ നമ്മൾ അത് ഇച്ചിരി സോൾട്ടൊക്കെ ചേർത്ത് ഒന്ന് ക്രമപ്പെടുത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും അതിലേക്ക് തിരിച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് 10 മിനിറ്റ്. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരല്പം സോൾട്ട് കുറവാണ്, അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അല്പം സോൾട്ടൊക്കെ ഇട്ട് വീണ്ടും ഞാൻ അതിൽ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഓവനിൽ 5 മിനിറ്റ് കൂടെ ഇടുകയാണ്. ഇത് നമുക്ക് പാനിൽ ചെയ്യാവുന്നതാണ്. ഇപ്പം ചിക്കൻ റെഡിയാണ്. ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. അതിനുശേഷം ഒരു സ്ലൈസ് ചില്ലി ഗാർണിഷായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അല്പം കൊറിയാണ്ടർ ലീവ്സ് അതിൻ്റെ മുകളിലായിട്ട് വെതറി. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയാണ്, റോസ്റ്റ് ചിക്കൻ റെഡിയാണ്. ഞാൻ ഇതിവിടെ ഓവനിലാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ പാനിൽ ഉപയോഗിക്കാവുന്നതാണ്. അര കപ്പ് വെള്ളം ചേർത്ത് ചെയ്യാവുന്നതാണ്. അപ്പം ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോയുടെ കാണാം. താങ്ക് യു.